PSC കോഴ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പണം വാങ്ങിയത് പ്രമോദ് കോട്ടുളിയല്ല, കണ്ണൂരിൽ നിന്നുള്ളവരെന്ന് പരാതിക്കാരൻ ശ്രീജിത്ത്. തനിക്ക് ജീവന ഭീഷണിയുണ്ടെന്നും ശ്രീജിത്ത് പറയുന്നു. പ്രമോദ് കോട്ടുളിയുമായി പരാതിക്കാരൻ നടത്തിയ ശബ്ദരേഖ ജനം ടിവിക്ക്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തായാലും പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട പണം വാങ്ങിയത് പ്രമോദ് കോട്ടുളിയല്ല, കണ്ണൂരിൽ നിന്നുള്ളവര് എന്നാണ് പരാതിക്കാരനായ ശ്രീജിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ ശ്രീജിത്ത് പറയാൻ തയ്യാറായിരിക്കുന്നത്? രോഹിണി, PSC അംഗത്വവുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വെളിപ്പെടുത്തൽ നിലവിൽ വന്നിരിക്കുന്നത്. പരാതിക്കാരനും ഈ പ്രമോദ് കോട്ടുളിയുമായി സംസാരിച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് തന്റെ ജീവന് ഭീഷണിയുണ്ട്, കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും തനിക്ക് നടത്താൻ കഴിയില്ല, തനിക്ക് പരാതിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ പരാതിക്കാരൻ പ്രമോദ് കോട്ടുളിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പണം വാങ്ങിയത് കണ്ണൂരുകാരായ വ്യക്തികളാണ് എന്നൊരു കാര്യം ഈ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ നടന്നിട്ടുണ്ട്, അത് കണ്ണൂരിലേക്ക് ഈ ഇടപാടുകൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി വലിയൊരു രീതിയിൽ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ ഈ പ്രമോദ് കോട്ടുളിയുടെ തലയിലേക്ക് ഈ പ്രശ്നം ഇടാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെയും നടക്കുന്നുണ്ടായിരുന്നു. പ്രമോദ് കോട്ടുളി ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, താൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട തനിക്ക് പങ്കില്ല, മറ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റാളുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പങ്കുള്ളത് എന്നൊരു കാര്യം പ്രമോദ് കോട്ടുളി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിന് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായും പരാതിക്കാരൻ തന്നെ തന്റെ ജീവന് ഭീഷണിയുണ്ട്, തന്നോട് പണം വാങ്ങിയത് കണ്ണൂരുകാരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി, ശരി ദിസ്ന, തുടരുക. നമുക്ക് ശബ്ദ സന്ദേശം കേട്ടതിന് ശേഷം തിരികെ എത്താം. അതിലേക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ്നയിലേക്ക് വീണ്ടും പോവുകയാണ്. ദിസ്ന, എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തൽ ഏറെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം മുതൽക്ക് തന്നെ ശ്രീജിത്ത് പ്രമോദ് കോട്ടുളിയുടെ പേര് പറയുമ്പോൾ പ്രമോദ് കോട്ടുളി ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് CPM-നുള്ള ആഭ്യന്തര കാര്യമായി വരുത്തി തീർക്കാൻ പാർട്ടി അന്നു മുതലേ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള കുറച്ചു പേർ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതാരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്താൻ ഈ പരാതിക്കാരൻ തയ്യാറാകുമോ? നേരത്തെ മുതൽക്ക് തന്നെ പരാതിക്കാരന് നേരിയ രീതിയിലുള്ള ഭീഷണിയും ഭയപ്പാടുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്താൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പരാതിക്കാരൻ തയ്യാറാകും എന്ന് കരുതാമോ? രോഹിണി, നമ്മൾ പ്രമോദ് കോട്ടുളിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രമോദ് കോട്ടുളി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം മാധ്യമങ്ങളെ നേരിൽ കണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട്, അതൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രമോദ് കോട്ടുളി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രമോദ് കോട്ടുളി തനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. തന്നിൽ പാർട്ടി അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിലെ ആളുകൾ തന്നിലേക്ക് ഈ സംഭവം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു കാര്യവും പ്രമോദ് കോട്ടുളി വെളിപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഈ പരാതിക്കാരനായ വ്യക്തിയുടെ വീട്ടിൽ സ്വന്തം അമ്മയുമായി പോയി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും പ്രമോദ് കോട്ടുളി നടത്തുകയുണ്ടായി. തുടർന്ന് പാർട്ടി തലത്തിൽ ഈ സംഭവം ആക്കുകയായിരുന്നു. പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുകയും ഈ സംഭവമൊക്കെ തന്നെയും പ്രമോദ് കോട്ടുളിയുടെ തലയിലിട്ട് നേതൃത്വം ഒക്കെ തന്നെയും കൈയൊഴിയുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. അതിൽ നിന്നുമാണ് പുതിയൊരു വെളിപ്പെടുത്തൽ രൂപപ്പെടുന്നത്. ആ വെളിപ്പെടുത്തലിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ പരാതിക്കാരന്റെ ശബ്ദ സന്ദേശം തന്നെയാണ് ഏറ്റവും അടുത്ത ഈ പ്രമോദ് കോട്ടുളി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട്, തന്നിൽ നിന്നും പണം വാങ്ങിയത് പ്രമോദ് കോട്ടുളിയല്ല, മറിച്ച് കണ്ണൂരുകാരാണ്, പാർട്ടി നേതൃത്വത്തിലുള്ള പ്രാദേശിക തലത്തിലുള്ള കണ്ണൂർ സ്വദേശികളായ ആളുകളാണ് തന്നിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ തനിക്ക് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്, തന്റെ ജീവന് തന്നെ ഇത് ഭീഷണിയായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് പരാതിക്കാരന്റെ ഭാഗത്തു നിന്ന് നിലവിൽ വന്നിട്ടുള്ളത്. രോഹിണി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് തലത്തിലേക്ക് പോകണം എന്നൊരു ആവശ്യം തന്നെയാണ് നിലവിൽ പ്രമോദ് കോട്ടുളി അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. പ്രാദേശിക തലത്തിലടക്കം പ്രാദേശിക നേതാക്കളിലേക്ക് അടക്കം ഈ PSC കോഴ വിവാദ അംഗത്വവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട പണം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് പ്രമോദ് കോട്ടുള്ളിയുമായി സംസാരിച്ച അല്ലെങ്കിൽ ഈ പരാതിക്കാരന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി. ശരി ദിസ്ന, PSC കോഴ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പണം വാങ്ങിയത് പ്രമോദ് കോട്ടുള്ളിയല്ല, കണ്ണൂരിൽ നിന്നുള്ളവരെന്ന പരാതിക്കാരൻ ശ്രീജിത്ത്. തനിക്ക് ജീവന ഭീഷണിയുണ്ടെന്നും ശ്രീജിത്ത് പറയുന്നു. പ്രമോദ് കോട്ടുള്ളിയുമായുള്ള പരാതിക്കാരൻ നടത്തിയ ശബ്ദരേഖ ജനം TVക്ക് ലഭിച്ചു. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.